റംസാൻ 27-ാം രാവിൽ മലപ്പുറം മഅ്ദിനിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സമ്മേളനത്തിലെത്തിയത് ആയിരങ്ങളാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന റംസാൻ 27-ാം രാവിൽ സംഘടിപ്പിച്ച മഅ്ദിൻ പ്രാർത്ഥനാ സമ്മേളനത്തിന് എത്തിയത് ആയിരങ്ങളാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കെതിരെ ഒത്തുചേർന്ന രാജ്യത്തെ ഏറ്റവും വലിയ സമാധാന സംഗമത്തിന് കൂടിയാണ് സ്വലാത്ത് നഗർ കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. മാരക വിപത്തായ ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം ഒന്നിച്ച് കൂട്ടപ്രതിജ്ഞയും എടുത്തു. ഉച്ചയ്ക്ക് 1 മുതൽ നടന്ന അസ്മാഉൽ ബദ്രീൻ മജ്ലിസോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഗ്രാൻഡ് മസ്ജിദിലും ഗ്രൗണ്ടിലുമായി പതിനായിരങ്ങൾ സംബന്ധിച്ച മെഗാ ഇഫ്താർ നടന്നു. നിസ്കാരങ്ങൾ പ്രധാന വേദിയിലും ഗ്രാൻഡ് മസ്ജിദിലും വിവിധ ഓഡിറ്റോറിയങ്ങളിലും നടന്നു. രാത്രി നടന്ന സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുകയാണ്. മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. അതുപോലെ നോമ്പിന്റെ അവസാനം മാസം കണ്ടു 29 എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് നിൽക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. സമസ്ത അധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. മഅ്ദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. സ്വലാത്ത്, തഹ്ലീൽ, ഖുർആൻ പാരായണം, തൗബ, പ്രാർത്ഥന എന്നിവ നടന്നു. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ചാലിയം AP അബ്ദുൽ കരീം ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.